ഇന്ന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടിയുടെ ഒരു വാർത്താ സമ്മേളനം ഉണ്ടായിരുന്നു. അതിൽ അദ്ദേഹം പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ടൗൺഷിപ്പുമായി ബന്ധപ്പെട്ട പദ്ധതിയുടെ സർക്കാർ രൂപമായ ശേഷം മാത്രമേ വെള്ളാർമല സ്കൂൾ പുനർനിർമ്മിക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കൂ. കാരണം ആ, അവിടെ ഇപ്പോൾ മന്ത്രി വി ശിവൻകുട്ടി കൂടി ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. നമസ്കാരം, ശ്രീകണ്ഠനായരാണ്. വലിയ സ്കൂളുണ്ട്. ഹലോ ഹലോ ഹലോ. മിനിസ്റ്റർ കേൾക്കാമോ? കേൾക്കാം. യഥാർത്ഥ താങ്കളുടെ മാധ്യമ പത്രസമ്മേളനം ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു. യഥാർത്ഥത്തിൽ ഈ വെള്ളാർമല സ്കൂൾ നമ്മുടെയൊക്കെ ഒരു വിഷമത്തിൻ്റെ കേന്ദ്രമായി മാറിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത് താങ്കൾ കാര്യങ്ങളെല്ലാം അവിടെ പഠിച്ചു കഴിഞ്ഞ സ്ഥിതിക്ക് ഈ വെള്ളാർമല സ്കൂള് നമുക്ക് അവിടെ തന്നെ പുനർനിർമ്മിക്കുക എന്ന് പറയുന്നത് അത്ര ശാസ്ത്രീയമാണെന്ന് കരുതുന്നുണ്ടോ? അല്ല, വെള്ളാർമല സ്കൂൾ പിന്നെ ഉണ്ടായിരുന്ന സ്ഥലത്ത് തന്നെ പുനഃസ്ഥാപിക്കുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അത് വീണ്ടും നമ്മൾ ഒരുപാട് പ്രാവശ്യം ആലോചിക്കേണ്ടി വരും. അതേസമയത്ത് പിന്നെ ഇപ്പോ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചിരിക്കുന്നത് ഈ കെടുതി ഉണ്ടായ അപകടം ഉണ്ടായ സ്ഥലമെല്ലാം കൂടെ ചേർത്തുകൊണ്ടുള്ള ടൗൺഷിപ്പ് മാതൃകയിൽ ഒരു പുതിയ വികസനമാണ് അദ്ദേഹം പ്രഖ്യാപിച്ചിരിക്കുന്നത്. അത് സർക്കാരിന്റെ നേതൃത്വത്തിൽ തന്നെയാണല്ലോ ടൗൺഷിപ്പ് വരാൻ പോകുന്നത്, അല്ലേ? അതെ അതെ. അപ്പൊ ഗവൺമെന്റ് തന്നെയാണ്, ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ തന്നെയാണ്, എല്ലാവരുടെയും സഹായ സഹകരണത്തോടു കൂടി ആയിരിക്കാം. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് അതിലൊരു ഡിസൈൻ ഉണ്ടാവുമല്ലോ, അതിലൊരു പദ്ധതിയും പ്ലാനും ഒക്കെ ഉണ്ടാവുമല്ലോ. അതിന്റെ ഭാഗമായിട്ടായിരിക്കും ഈ സ്കൂള് വരാൻ പോകുന്നത്. അപ്പൊ ആ സ്കൂളിന് അവിടുത്തെ അധ്യാപകരുടെ എല്ലാവരുടെയും യോഗം വിളിച്ചു ചേർത്തിരുന്നു. അപ്പൊ അധ്യാപകരുടെ ആഗ്രഹം വെള്ളാർമല സ്കൂളിൽ നിന്ന് തന്നെയാണ് അവർ പേര് അങ്ങനെ തന്നെ കൊടുക്കണം എന്നൊക്കെ ഉള്ള അഭിപ്രായങ്ങൾ പറഞ്ഞിരുന്നു. അപ്പോ ഞങ്ങൾ പിന്നെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് സ്കൂൾ കെട്ടിക്കൊടുക്കുന്നതിന് വേണ്ടി തയ്യാറാണ്. അതിനുള്ള പ്ലാൻ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് കെട്ടിക്കൊടുക്കുന്നതിന് വേണ്ടി തയ്യാറാണ്. പക്ഷെ ഈ ടൗൺഷിപ്പിന്റെ കാര്യം കൂടി അറിഞ്ഞ ശേഷം നമുക്ക് അതിലേക്ക് എന്നുള്ള നിലയിലാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ നമ്മുടെ അവിടെ ഈ വെള്ളാർമല സ്കൂളിലെ 53ഓളം കുട്ടികളെ കാണാനില്ല എന്നുള്ള ദുഃഖകരമായ വാർത്ത കൂടി അവിടുന്ന് വന്നിരുന്നല്ലോ. അപ്പം ഈ കുട്ടികളുടെ രക്ഷകർത്താക്കളെ ആരെങ്കിലും താങ്കൾക്ക് ഈ അവിടെ നിൽക്കുന്ന സമയത്ത്, ദുരന്ത മേഖലയിൽ സന്ദർശിക്കുന്ന സമയത്ത് കാണാൻ കഴിഞ്ഞോ? ഞാൻ 2-3 ക്യാമ്പുകളിലൊക്കെ പോയി, അങ്ങനെ കാണാൻ വേണ്ടി കഴിഞ്ഞില്ല. നമ്മുടെ ഒരു ക്യാമ്പിൽ ചെന്നപ്പോ അച്ഛനും അമ്മയും നഷ്ടപ്പെട്ട ഒരു കുട്ടിയെ ഉണ്ടായിരുന്നല്ലോ, അവനെ കണ്ടു. പിന്നെ അങ്ങനെ കുറച്ച് ആൾക്കാരെല്ലാം കണ്ടിരുന്നു. മിനിസ്റ്ററെ, ശരിക്കും നമ്മുടെ ഇപ്പോൾ ദത്ത് നിയമങ്ങളൊക്കെ വളരെ വ്യത്യാസമുള്ളതാണ്. നമ്മുടെ സംസ്ഥാനത്ത് അത് ഒരുപാട് കർക്കശമായ പ്രൊസീജിയറുകളുള്ളതാണ്. പക്ഷേ ഈ അനാഥരായിപ്പോയ കുട്ടികളെ പഠിപ്പിക്കാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കായിട്ട് പല ആളുകളും മുന്നോട്ട് വരുന്നുണ്ട്. എല്ലാവരെയും നമുക്ക് അങ്ങനെ വിശ്വാസത്തിലെടുക്കാനും പറ്റില്ല. അപ്പോൾ ഇതിൽ നേതൃത്വം കൊടുക്കാനും, പ്രത്യേകിച്ച് കുട്ടികളുടെ കാര്യമാണ്, അങ്ങേക്ക് വളരെ താല്പര്യമുള്ള കാര്യമാണെന്ന് എനിക്കറിയാം. ഈ വിദ്യാഭ്യാസ വകുപ്പ് അതിനകത്തൊരു ലീഡർഷിപ്പ് എടുക്കാൻ പറ്റും. കാരണം ഈ രക്ഷകർത്താക്കളിൽ അല്ലെങ്കിൽ മാതാപിതാക്കൾ നഷ്ടപ്പെട്ട കുട്ടികളുണ്ട്, അവരുടെ ഭാവി തുലാസിലാണ്, അവരുടെ വിദ്യാഭ്യാസം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. എനിക്കറിയാം അങ്ങ് ഈ ദുരന്തത്തിന് ശേഷമുള്ള ചിത്രങ്ങളൊക്കെ നേരിട്ട് കണ്ട മന്ത്രിയാണ്. അതുകൊണ്ട് തന്നെ അങ്ങേക്ക് എന്നെക്കാളും, ഞാനിപ്പോൾ സ്റ്റുഡിയോയിൽ നിന്ന് അങ്ങയോട് സംസാരിക്കുന്നത്, അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി ആഴത്തിൽ കാര്യങ്ങൾ അങ്ങേക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഈ കുട്ടികളുടെ കാര്യത്തിൽ, പ്രത്യേകിച്ച് പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ തലപ്പത്ത് ഇരിക്കുന്ന മന്ത്രി എന്ന നിലയിൽ അങ്ങേക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്നാണ് ഈ കഴിഞ്ഞ രാത്രികളിലൊക്കെ ആലോചിച്ചത്? അല്ല, ഇന്നിപ്പോ ആലോചിച്ചപ്പോ ഈ കുട്ടികളുടെ മുഴുവൻ വിദ്യാഭ്യാസം സംസ്ഥാന ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തത്തിൽപ്പെട്ട കാര്യമാണല്ലോ. അപ്പൊ അതിന് ഒരു മുടക്കവും കൂടാതെ എന്തെല്ലാം സഹായങ്ങൾ ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ അത്രയും സഹായങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി ഗവൺമെന്റ് തയ്യാറാണ്. ഒരിക്കലും ഈ കുട്ടികളെ ആരോ സഹായം ഇല്ലാത്ത ഒരു സാഹചര്യം ഉണ്ടാവില്ല. കുട്ടികളെ തീർച്ചയായിട്ടും സഹായിക്കണം, അവർക്ക് സംരക്ഷണം കൊടുക്കണം. അവർക്ക് എന്തൊക്കെ ആവശ്യമാണോ വേണ്ടത് അതെല്ലാം ചെയ്യുന്നതിന് വേണ്ടി ഗവൺമെന്റ് സന്നദ്ധമാണ്, ഒരുക്കമാണ്. പൊതുവിദ്യാഭ്യാസ വകുപ്പ് ആ നിലയിൽ തന്നെയാണ് ചിന്തിക്കുന്നത്. മിനിസ്റ്റർ ഇപ്പോൾ അവിടുന്ന് മടങ്ങിയോ? എന്താണ് ഐഡിയ? അവിടുന്ന് 1-2 സ്ഥലങ്ങളിൽ രാവിലെ ചെന്നിട്ട് ഒരു പ്രധാനപ്പെട്ട ക്യാമ്പിൽ പോയിരുന്നു. അവിടെ ചെന്ന് അവിടെ താമസിക്കുന്ന മിനിസ്റ്റർ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം കാറിലാണെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ടെലിഫോൺ ലൈനിൽ മുറിഞ്ഞെന്ന് എനിക്ക് തോന്നുന്നു. വീണ്ടും അദ്ദേഹവുമായിട്ട് ബന്ധപ്പെടാൻ കഴിയുമെന്നാണ് എൻ്റെ വിശ്വാസം. എന്തായാലും ഈ ശിവൻകുട്ടി പറഞ്ഞൊരു കാര്യം, പൊതുവിദ്യാഭ്യാസ വകുപ്പ് വീട് നിർമ്മിച്ച് നൽകാൻ തയ്യാറാണ്, സ്കൂൾ നിർമ്മിച്ച് നൽകാൻ തയ്യാറാണ്. മാത്രമല്ല, കുട്ടികളുടെ ക്ഷേമത്തിനായി എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ അതെല്ലാം മന്ത്രി ശിവൻകുട്ടി ചെയ്യും. സർക്കാർ നേതൃത്വത്തിലാണ് ടൗൺഷിപ്പ് വരാൻ പോകുന്നത്. അപ്പോൾ ഈ ടൗൺഷിപ്പിൻ്റെ ഒരു ഫൈനൽ ഡിസൈൻ ആയിക്കഴിഞ്ഞാൽ ഈ വെള്ളാർമല സ്കൂളിൻ്റെ കാര്യത്തിലും തീരുമാനമുണ്ടാകും. വെള്ളാർമല സ്കൂൾ അതേ പേരിൽ തന്നെ
തന്നെ നിർമ്മിക്കണമെന്ന് അധ്യാപകർ ആവശ്യപ്പെട്ടു. തീർച്ചയായിട്ടും സർക്കാരിന് അത് പുനർനിർമ്മിക്കാൻ കഴിയും. പക്ഷേ അതേ സ്ഥലത്ത് നിർമ്മിക്കുക എന്ന് പറയുന്നതിൽ ശാസ്ത്രീയമായിരിക്കില്ല. കാരണം ഇത്തരം ഒരു ഭീതിയിൽ കുട്ടികളെ നമുക്ക് അവിടെ ഇരുത്തി പഠിപ്പിക്കാൻ കഴിയില്ല. നമുക്ക് വീണ്ടും മന്ത്രിയെ ബന്ധപ്പെടാൻ കഴിയുമെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ഒരുപക്ഷേ ഈ വെള്ളാർമല സ്കൂൾ നമ്മുടെ എല്ലാ ഏറ്റവും വലിയ ദുഃഖത്തിൻ്റെ ഒരു കേന്ദ്ര ബിന്ദുവായിട്ട് നിൽക്കുകയാണ്. അവിടെയാണ് 53 കുട്ടികളെ കാണാതായത്. ഈ കുട്ടികളുടെ മാതാപിതാക്കളൊക്കെ തന്നെ വലിയ സങ്കടത്തിലാണ്. നമുക്ക് സത്യം പറഞ്ഞാൽ ഓർക്കാൻ കഴിയാത്ത ഒരു അത്രയും വ്യാപ്തിയുള്ളൊരു ദുരന്തമാണ് ഈ വെള്ളാർമല സ്കൂളിൽ സംഭവിച്ചത്. അവിടുത്തെ ഉണ്ണികൃഷ്ണൻ മാഷിൻ്റെ ദുഃഖവും വേദനയും ഒക്കെ നമ്മൾ കണ്ടതാണ്. സജോ ദേവസ്യ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. സജോ, ഈ വെള്ളാർമല സ്കൂള് അതേപോലെ പുനർനിർമ്മിക്കുമ്പോൾ അത് മാറ്റി നിർമ്മിക്കാനേ കഴിയൂ. അവിടെ ഇതേ സ്കൂള് അതേ പേരിൽ നിർമ്മിക്കണം എന്ന് അധ്യാപകർ ആവശ്യപ്പെട്ടത് പരിഗണിക്കാൻ കഴിയുമെന്നാണ് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി അല്പം മുമ്പ് നമ്മളോട് പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ താങ്കൾ കേട്ടു എന്നാണ് എൻ്റെ വിശ്വാസം. പറയൂ. SK, ഈ ദുരന്തത്തിൻ്റെ ഇരകളായ കുരുന്നുകളുടെ തുടർ വിദ്യാഭ്യാസം എന്നതൊരു പ്രധാനപ്പെട്ട ചർച്ചയാണ്. അതിൽ തന്നെ അവർക്ക് വിദ്യാഭ്യാസം ഒരുക്കണം. അതോടൊപ്പം തന്നെ അവരുടെ മാനസികാരോഗ്യം സംബന്ധിച്ച കാര്യങ്ങളുണ്ട്. അവർക്ക് കൗൺസിലിംഗ് ഒരുക്കണം. കുറേ കൂടി, അതായത് ആ ദുരന്തത്തിൽ ഏറ്റവും കൂടുതൽ മുറിവുണ്ടാവുക കുരുന്നുകൾക്കാണ്. അവരെ ആ നിലയിൽ ചേർത്ത് പിടിക്കണം. ഈ വെള്ളർമലയിലും ഒപ്പം മുണ്ടക്കയിലും അങ്ങനെ ആ കുട്ടികളുടെ കണക്ക് തന്നെ പരിശോധിച്ചാൽ മുണ്ടക്കയിൽ 73, വെള്ളർമലയിൽ ഹൈസ്കൂളിൽ 497, VHSEയിൽ 88 എന്നിങ്ങനെയുള്ള കുട്ടികളുണ്ട്. അവരെ ഇപ്പോൾ തൽക്കാലം മറ്റൊരു സ്ഥലത്തേക്ക്, അതായത് പുതിയ ഒരു പദ്ധതി ഉണ്ടാകുന്നത് വരെ ആ കുട്ടികളെ മേപ്പാടിയിലെ സ്കൂളിലേക്ക് എത്തിക്കുകയാണ്. അവിടെ പക്ഷേ ഇപ്പോൾ ക്യാമ്പ് പ്രവർത്തിക്കുന്നുണ്ട്. എന്ന് മാത്രമല്ല ആ സ്കൂളിൽ തന്നെ 1500-1500 കുട്ടികൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ കൂടുതൽ അടിസ്ഥാന സൗകര്യം ഒരുക്കണം. മന്ത്രി വിശദീകരിച്ചൊരു കാര്യം, പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ തന്നെ ഇക്കാര്യത്തിൽ മുൻകൈയെടുക്കും. അതിനുവേണ്ടി ഒരു പ്രത്യേക നോഡൽ ഓഫീസറെ കൂടി, സബ് കളക്ടറെ തന്നെ നിയോഗിക്കും. അതിനുശേഷം തൽക്കാലം മേപ്പാടിയിലേക്ക് വരും. പക്ഷേ മേപ്പാടിയിലെ ക്യാമ്പ് അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അതുവരെയും വളരെ വേഗത്തിൽ തിടുക്കത്തിൽ ആ ഒരു ക്യാമ്പ് എന്തെങ്കിലും ഒരു ബദൽ ക്രമീകരണം ഒരുക്കണം. അങ്ങനെ വരുമ്പോൾ 20 ദിവസത്തെ സമയത്തിനകം മേപ്പാടിയിലേക്ക് തന്നെ ആ കുട്ടികളെ എത്തിക്കുന്നു. അതിനുശേഷം വെള്ളാർമല, ആ ദൃശ്യങ്ങൾ നമ്മളെ വല്ലാതെ നൊമ്പരപ്പെടുത്തിയതാണ്. കേരളത്തിലാകെ ആ സ്കൂൾ പുനർനിർമ്മിക്കുക എന്നതാണ്. അത് സർക്കാരിൻ്റെ മേൽനോട്ടത്തിൽ തന്നെ ടൗൺഷിപ്പ് ഡിസൈൻ വരുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ സർക്കാർ മറ്റ് ഇതിനകം തയ്യാറായിട്ടുള്ള ആളുകളുടെയും എല്ലാവരുടെയും സഹകരണത്തോടുകൂടി, കേരളത്തിൻ്റെ ആകെ സഹകരണത്തോടുകൂടിയും അതേ പേരിൽ നമ്മൾ ആ സ്കൂൾ കേരളം ഒന്നാകെ വൈകാരികമായി നോക്കിക്കണ്ട ഒരു സ്കൂളാണ്. ആ ഇവിടുന്ന് കുറേയധികം കുരുന്നുകളെ നമുക്ക് നഷ്ടപ്പെട്ടു. അവർ ഇതിൻ്റെ ഇരകളായും നമുക്കറിയാം. വിദ്യാഭ്യാസ മന്ത്രി തന്നെ പലതവണയായി ഇതിൻ്റെ കണക്കുകൾ വ്യക്തമാക്കിയതാണ്. അത്രയധികം കുരുന്നുകളെ നമുക്ക് നഷ്ടമായി പോയിട്ടുണ്ട്. അവിടെ ഇപ്പോൾ ക്യാമ്പുകളിലും മറ്റും കഴിയുന്ന കുരുന്നുകൾക്ക് വിദ്യാഭ്യാസത്തിനുള്ള സൗകര്യം ഉണ്ടാകേണ്ടതുണ്ട്. അതിൽ ആശ്വാസകരമായ കാര്യം, വെള്ളാർമല സ്കൂൾ എന്ന പേരിൽ തന്നെ ഒരു പുതിയ സ്കൂൾ ഉണ്ടാകും. അത് കേരളത്തിൻ്റെ ആകെ മനുഷ്യരുടെ പിന്തുണയോടുകൂടിയുള്ള ഒരു സ്കൂളായി വരും. അതിലേക്ക് കുറച്ചുകൂടി സ്വാഭാവികമായും സമയമെടുക്കും. മറ്റ് ചർച്ചകൾ, അതായത് പുനരധിവാസം സംബന്ധിച്ച വിശദമായ പ്ലാനിൻ്റെയും രൂപരേഖയുടെയും ഭാഗമായിരിക്കും അത് എന്ന് നമുക്കറിയാം. അതിന് സമയമെടുക്കും. അതുകൊണ്ട് ഇപ്പോൾ തൽക്കാലം ഈ ദുരന്ത ബാധിത സ്കൂളുകളിലുള്ള കുട്ടികൾക്ക് പരീക്ഷ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മാറ്റിവെക്കും. തൽക്കാലം അവർക്ക് ഇത്തരം കൗൺസിലിങ്ങും അവർ കുറെ കൂടി കളിചിരികളിലേക്ക് മടങ്ങി വരാനുള്ള അവസരവും കൊടുക്കും. അതിനുശേഷം മേപ്പാടി സ്കൂളിലേക്ക് എത്തിക്കാൻ കഴിയുമോ എന്നതാണ് ഇപ്പോഴത്തെ ചർച്ച. അവിടെ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി അങ്ങോട്ടേക്ക് അവർക്ക് വിദ്യാഭ്യാസം തുടങ്ങുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകും. ആ നിലയ്ക്കുള്ള ചർച്ചകളാണ് ഇപ്പോൾ കാര്യമായും നടക്കുന്നത്. SK, അതിൽ ഈ വെള്ളാർമല സ്കൂൾ പുനർനിർമ്മിക്കും എന്ന നിർദ്ദേശം വളരെ നല്ലത്. ജനകീയ പങ്കാളിത്തത്തോടു കൂടി അക്കാര്യത്തിൽ ഉണ്ടാകും. ഒപ്പം കുട്ടികളെ 20 ദിവസത്തിനകം അധ്യയനത്തിലേക്ക് മടക്കിക്കൊണ്ടുവരാനുള്ള പദ്ധതികളാണ് വിദ്യാഭ്യാസ വകുപ്പ് ആവിഷ്കരിക്കുന്നത്. SK.